ഗൈസ്, വെൽക്കം ടു ഹാപ്പിയസ്. ഇന്നത്തെ വീഡിയോ എന്താണ്? നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ലുലു മാൾ. യെസ്, അപ്പൊ നമ്മള് ലുലു മാളിലേക്ക് പോവാണ് വിത്ത് ഒടിഞ്ഞക്ക. അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. അപ്പൊ നമ്മൾ ഇന്ന് ഒടിഞ്ഞ കാലം വെച്ചിട്ട് ലുലു മാളിൽ പോയിട്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതെങ്ങനെയാണ്? വീൽ ചെയറിലാണ് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നത്. വീൽ ചെയർ അവിടെ ഉണ്ടാവണം എന്നാണ് വിശ്വാസം. എന്റെ ഈ മേക്കപ്പും ഈ ഡ്രസ്സും എല്ലാം യെസ്. അപ്പൊ നമ്മുടെ ലുലുലു വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങളൊരു ചലഞ്ച് വീഡിയോ എടുക്കാൻ പോവാണ്. അതെ, എന്താണ് ചലഞ്ച്? വെറും 100 രൂപ വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കുന്ന സാധനങ്ങൾ അത് എന്തും ആവാം. ഏറ്റവും കൂടുതൽ ആരാണ് വാങ്ങുന്നത് എന്നാണ്. വാങ്ങിയ ഒരു സാധനം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇതിപ്പോ ഞാൻ ബുദ്ധിക്ക് കളിച്ചിട്ട് പറഞ്ഞിരുന്നു ഞാൻ 1 രൂപയുടെ മിഠായി 100 എണ്ണം വാങ്ങുന്നു. പക്ഷെ അങ്ങനെ പറ്റില്ല. ഒരു സാധനം ഒരു വേണം. അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും കൂടുതൽ സാധനം എടുക്കുന്ന ആളാണ് വിന്നർ 100 രൂപയ്ക്ക്. അപ്പം നമുക്ക് അങ്ങനെ വിന്നർ ആയിട്ട് കഴിഞ്ഞാൽ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയ സാധനങ്ങളിൽ ഇവർക്ക് വിജയിച്ചത് ആരാണോ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, ഹായ് ബബിയ, ഹാപ്പി അല്ലേ നീ? ഞാൻ ശരിക്കും കാലൊടിഞ്ഞിട്ട് ഒരു 2-2.5 ആഴ്ചയായിട്ട് എന്നാണ് പുറത്തിറങ്ങാറ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഭയങ്കര ഒരുമാതിരി ആവാൻ തുടങ്ങിയിരുന്നേ, കുറെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പൊ ഇന്ന് ഇറങ്ങിയപ്പോ നല്ലൊരു സ്ഥലമായിരുന്നു. താങ്ക്സ്, യു ആർ വെൽക്കം. നമ്മുടെ വീട്ടിലൊക്കെ ആരൊക്കെയും ഇങ്ങനെ വയ്യാണ്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അവരൊക്കെ ഇതുപോലെ ഔട്ടിങ്ങിനൊക്കെ പോവാം. അപ്പൊ അവർക്ക് ഒരു എന്റർടൈൻമെന്റ് ആവും, നല്ല രസമായിരിക്കും. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ വയ്യാന്നുള്ള തോന്നൽ വന്നു തന്നെ ഭയങ്കര വിഷമാവും. അതിന് നല്ലത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, നന്മ മന തന്നെ നീ നന്നായി വാ. ഇത് മതി, ഇതിന്നുള്ള വല്ലാത്തുന്ന ഓരോന്ന് മതി. ഇത് മതി. അല്ലെങ്കിൽ പിന്നെ മറ്റേ യു ആർ സ്പെഷ്യൽ മതിയില്ലേ? നമുക്ക് മിഠായി വാങ്ങിത്തരാൻ ആളില്ലടേ. എന്നാ ഭവ്യ, ഇത് അവിടെ തന്നെ വെച്ചോ. അതെ, ഇത് എടുത്തു പോയി. ഞാൻ ചലഞ്ച് ചെയ്യാൻ പോവാണ്. നീ ഒറ്റയ്ക്ക് ഒത്തി നടക്കുക ചലഞ്ച് ചെയ്തിട്ട്? അല്ലില്ല, അതൊന്നും പറ്റില്ല. ശരി, നമ്മള് ലുലുവില് ഈ 100 രൂപയ്ക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാന്ന് പറഞ്ഞാല് കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ് അല്ലേ ഭവ്യ? എനിക്ക് ഇതൊക്കെ ഇവിടുത്തെ എല്ലാം വാങ്ങാൻ തോന്നുന്നു. അതെ, വെറും 100 രൂപയും നമ്മളും ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഉള്ളില് അലൂമിനിയം ഫോയിൽ ഉണ്ടാവരുതേ, അല്ലെങ്കിൽ നമുക്ക് എടുത്തിട്ട് 2 എണ്ണം കഴിച്ച് അവിടെ വെക്കാലോ. അതിന്റെ ഉള്ളിലുണ്ട് കഴിച്ചു. ലുലുക്കാരെന്താ പൊട്ടനാ? ഇവിടുന്ന് 1 രൂപയുടെ സാധനങ്ങളൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നോക്കാം, ഒരു 10 സാധനങ്ങളും കിട്ടണേന്നാണ് എൻ്റെ ഒരു ഇത്. ഗായ്സ്, ഞാനും അമ്മയും ഒരു സൈഡിലേക്കും അബിയും ഭവ്യയും വേറെ സൈഡിലേക്കാണ് പോയത്. സോ നമ്മളിപ്പോ വാങ്ങിയത് 10ന്റെ ലേസ് എടുക്കും, അല്ലെങ്കിൽ ഞങ്ങള് സ്നാക്സ് എന്തെങ്കിലും എടുക്കും. സ്നാക്സിന്റെ അവിടെ പൈസ കുറവുണ്ട്. വേണ്ട, അത്രയൊക്കെ മതി. നമ്മള് ഓളുടെ പോലെ അല്ലല്ലോടാ, നമുക്ക് കാലില്ലല്ലോ. അപ്പൊ ഇതുവരെ ഞങ്ങൾ എടുത്തത് ഈ ഒരു ക്രീം ബണ്ണ് എടുത്തിട്ടുണ്ട്, പിന്നെ ഈ ഒരു മിഠായി, ഇതൊരു ച്യൂയിംഗം, പിന്നെ ഇതൊരു ജെല്ലി, ഇതൊരു സിപ്പർ. ഇത്രയും സാധനങ്ങൾ എടുത്തു കേട്ടോ. നമുക്ക് എന്താ ചെയ്യാന്നൊന്നും അറിയില്ല. ഇവിടെ പൈസ കുറഞ്ഞ എന്ത് സാധനം ഉള്ളതെന്ന് എനിക്കറിയില്ല. സത്യം പറയാലോ, എനിക്കറിയേല. ഇവിടെ കാണുന്നതൊക്കെ 60ഉം 130ഉം 20 രൂപയുടെ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് 20 രൂപയുടെ സാധനമൊക്കെ വാങ്ങിക്കഴിഞ്ഞാല് ഇന്നുണ്ടാവോ പൈസ? ഞാൻ വിചാരിച്ചു, ഇപ്പം നാരങ്ങയുടെ സീസൺ ആണല്ലോ, അപ്പം നാരങ്ങയ്ക്ക് നല്ല വില ആയിരിക്കുമല്ലോ. അപ്പൊ ഒരു നാരങ്ങ വാങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോ കണ്ടോ, 85, 87. ഓ മൈ ഗോഡ്, നമുക്ക് വാങ്ങാൻ പറ്റില്ല കേട്ടോ. ബിക്കോസ് അതിന് ഒടുക്കത്തെ പൈസ. ഒന്ന് വാങ്ങിയാൽ തന്നെ നല്ല പൈസയാവും. അപ്പൊ നമുക്ക് ഈ മിഠായിന്റെ സെക്ഷനിലേക്കൊക്കെ പോയി നോക്കാന്ന് വിചാരിക്കുന്നു. കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടും. ഇതെന്താ തേങ്ങ ചിരവിയതോ?
തേങ്ങ ചെറിയതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇട്ടുകൊണ്ട് വാലന്റൈൻസ് ഡേക്ക് ഇവര് ഒരു സംഭവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. 14 രൂപ നമ്മൾ ഒന്ന് വാങ്ങി. ഇനി ബാക്കി എത്ര പൈസ ഉള്ളത്? 100 രൂപ സാധനത്തിന് 14 രൂപ കുറച്ച് കഴിഞ്ഞാല് 180. അമ്മയുടെ കണക്കാട്ടോ 86 രൂപ ബാക്കിയുള്ളൂ. നമ്മുടെ രണ്ടാമത്തെ സാധനം മാംഗോ ടെസ്റ്റ്. യെസ്, അങ്ങനെ 10 രൂപയ്ക്ക് നമുക്ക് വീണ്ടും ഒരു സാധനം കൂടി കിട്ടി. ഇതെന്തോ ജെല്ലി സിപ്പപ്പ് എന്തോ ആണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സാധനം. നമുക്ക് 10 രൂപയുടെ ഓർബിറ്റും കൂടി കിട്ടി. നമുക്ക് പോവാം, ഓടിക്കോ. അപ്പൊ നമ്മള് എത്രാമത്തെയാ? 5ാമത്തെ സാധനം എടുക്കുന്നത് മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. അതിന് 13 രൂപയാണ്. ഞങ്ങൾ ആ ചേച്ചിന്റെ അടുത്ത് 13 രൂപയ്ക്ക് കറക്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കള്ളക്കളിയാണ്. ഇവിടെ സാധനമൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോൾ ടൈം അപ്പ്. ഇനി നമുക്ക് വേഗം പോയിട്ട് മറ്റു സാധനങ്ങൾ കൂടി വാങ്ങാം. അമ്മ ഇതിപ്പോ എത്ര രൂപയായി? ഞാൻ കൂട്ടിക്കോട്ടോ. എത്രയാണ് കള്ളത്തരം? ഞങ്ങള് വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് വന്നുകാണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കാം. ഗെയിം സ്പിരിറ്റിൽ എടുക്കണം. അതെ, കള്ളത്തരം കണ്ടത് കേട്ടോ. ഇതിൽ കൂടുതൽ സാധനം അവർ എടുക്കാൻ പാടില്ല. കള്ളക്കളി മാത്രാണ്. എവിടെ വന്നാലും ബാക്കിൽ വരിക. നമ്മൾ കണ്ടിട്ട് തന്നെ ഇല്ലെങ്കിൽ എവിടെയാണ്? അതെ, ഇവര് ഏന്തി നോക്കുന്നുണ്ടായിരുന്നു ആ പാത്രത്തിലേക്ക്. ഇവളും സോ നമ്മള് നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഗൈസ്, സോ ടൈം ഇസ് അപ്പ്. അജന്യക്ക് വേണ്ടി നമ്മളൊരു 2 മിനിറ്റ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണ് വാങ്ങിച്ചത്? ഇവിടെ സാധനമൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോ ടൈം അപ്പ്. ഞങ്ങൾക്ക് ടൈം ഒന്നും ഇല്ല കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മൾ വാങ്ങിയ സാധനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ബില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി കഴിഞ്ഞു. ഇനി നമ്മൾ ബില്ലാക്കിയാൽ മതി, വേറെ ഒരു പണിയില്ല. 100 രൂപ കറക്റ്റ് ആക്കി ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട്. ഇതമ്മ എക്സ്ട്രാ എടുത്തതാട്ടോ, ഇത് ഇതില് കൂട്ടൂല. കറക്റ്റ് 100 രൂപ ഞങ്ങളുടെ ബില്ല്. ഇത്രയും സാധനങ്ങള്. ഓക്കെ, ബില്ലൊന്ന് കാണിച്ച്. അത് വേറൊരു സാധനം കൂടെ. ഇത്രയും സാധനങ്ങളാണ് അവര് വാങ്ങിയത് കേട്ടോ. എക്സ്ട്രാ അവര് വാങ്ങിയതാണ് വീട്ടിലേക്ക്. അത് നമ്മളെ ഇതില് കൂട്ടൂല. സോ ഗൈസ്, നമ്മള് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ 2 പേരും 8 സാധനമാണ് എടുത്തത്. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് 8 സാധനം എടുത്ത് ചലഞ്ച് വിജയിച്ചത് ഞാനും എന്റെ അഭിയാണ്. പിന്നെ അതാദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ലേ, ഇപ്പൊ ടൈ വന്ന സ്ഥിതിക്ക് ആരാണോ ആദ്യം കംപ്ലീറ്റ് ചെയ്തത് അവർക്കല്ലേ സമ്മാനം കൊടുക്കേണ്ടത്. കൂടുതൽ പറയാൻ അപ്പുറത്തേക്ക് ഉണ്ടി വിട്ടാളൂ. ഭീഷണി ജീവൻ പണയം വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇറക്കിറങ്ങിയപ്പോഴാണ് ഇവിടെ വെയിറ്റ് മനസ്സിലാവുന്നത് ഗൈസ്. ആകെ ഇച്ചിരി പോലെ ഉള്ളെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ കറക്റ്റ് BMI. ഇവളിന്നെ ബോഡി ഷെയിം ചെയ്യാറുണ്ട്, മെലിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, ഇവളെല്ലാം തടിച്ച് എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അതിന് ഞാൻ ഒന്നും പറയില്ലല്ലോ. നമ്മൾ റേസിംഗിന് പോവുകയാണ് ഗൈസ്. റേസിംഗ് ഈ ചലഞ്ചിലെങ്കിലും ഞാൻ ജയിച്ചല്ലോ. ഉണ്ടായിരുന്നു തോന്നണോട്ടാ. യെസ് ഗൈസ്, നമ്മുടെ ഡ്രൈവർ നമ്മുടെ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ വാങ്ങിയ സാധനങ്ങളൊക്കെ തിന്നോണ്ടിരിക്കുകയാണ്. തിന്ന് പകുതി എത്തിയപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട ബോധമൊക്കെ വന്നത്. ഗൈസ്, അങ്ങനെ നമ്മുടെ ലുലുവിലെ നമ്മുടെ ആ ചലഞ്ച് അങ്ങനെ കഴിഞ്ഞു. 2 പേര് 100 രൂപയ്ക്ക് 8 സാധനങ്ങളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെടുത്ത സാധനങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 ആള് 8 സാധനങ്ങളാണ് എടുത്തത്. അതുകൊണ്ട് ആരാ വിന്നർ? അമ്മ പറയൂ, ആരാണ് വിന്നർ? പെട്ടെന്ന് സാധനങ്ങൾ തീർത്ത് കണക്കിലൊക്കെ ഭയങ്കര ബുദ്ധിയായോണ്ട് ഞാനും എന്റെ അഭിയാണ് പെട്ടെന്ന് എടുത്തത്. അങ്ങനെ നോക്കുമ്പോ ഞങ്ങളാണ് ജയിച്ചത്. അതെ, പിന്നെ മാത്രമല്ല 200 രൂപയ്ക്ക് സാധനങ്ങളുള്ളത് അറിയില്ലായിരുന്നു. ഇതാദ്യമായിട്ട് ഇങ്ങനെ എക്കണോമിക്കലായിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. 13 രൂപയ്ക്ക് വാങ്ങിയ ജാമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രെഡിന്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിരുന്നു. സാധാരണ നമ്മളങ്ങനെ പൈസ നോക്കാതെ പെറുക്കിടുന്നോണ്ട് നമ്മളങ്ങനെ നോക്കാറില്ലല്ലോ. പക്ഷെ ഇത്തവണ ഞങ്ങൾ എല്ലാം പൈസയൊക്കെ നോക്കി 100 രൂപ കറക്റ്റ് 100 രൂപ റൗണ്ട് ആക്കി. പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ
എങ്ങനെയായാലും 100 രൂപ റൗണ്ട് ആണ്. യെസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you on the next video. Bye.